അമ്മയെ കൊന്നത് ജോലി കിട്ടാൻ, അച്ഛനെയും തീർത്തു. ഞെട്ടിക്കുന്ന ക്രൈം ത്രില്ലർ പോലെ ജോലിയുടെ പ്ലാനുകൾ. ഭയന്ന് നിലവിളിക്കുന്ന മുഖം. നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന ക്രൈം കഥകളെ വെല്ലുന്നൊരു സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി സ്വന്തം അമ്മയെ കൊന്ന കേസിൽ അറസ്റ്റിലായ ജോലിയുടെ കഥ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. സംഭവം വെറും കൊലപാതകമല്ല, അതൊരു വല്ലാത്ത ക്രിമിനൽ ബുദ്ധി തന്നെയായിരുന്നു. തലച്ചോറിടത്തേക്ക് പോയിന്റ് ചെയ്യുന്ന ഭൂതക്കണ്ണാടി. അമ്മയെ മാത്രമല്ല, ജോലി കിട്ടാനായി അച്ഛനെയും കൊന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. തനിക്ക് കിട്ടാത്ത സ്നേഹം സ്വന്തം സഹോദരന് കിട്ടി എന്ന് വിചാരിച്ച് അമ്മയോട് പണ്ട് മുതലേ ജോലിക്ക് ദേഷ്യമുണ്ടായിരുന്നു. അവസാനം അത് വലിയൊരു പകയായി വളരുകയായിരുന്നു. മുഷിച്ചിൽ അനുഭവപ്പെടുന്ന മുഖം. LLB ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായതുകൊണ്ട് തന്നെ നിയമവശങ്ങളെക്കുറിച്ച് ജോലിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ അതീവ തന്ത്രപരമായാണ് താൻ കാര്യങ്ങൾ നീക്കിയത്. പോലീസ് സംശയിക്കുന്നത് പോലെ തന്നെ വളരെ ആസൂത്രിതമായിരുന്നു ഓരോ നീക്കവും. തുലാസ് നിയന്ത്രിതമാണ്. അമ്മയെ കൊന്ന കേസിൽ ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തുവരുന്നത്. ഭിന്നശേഷിക്കാരനായ സഹോദരനോടുള്ള പകയും തനിക്ക് കിട്ടേണ്ട ശ്രദ്ധയും സ്നേഹവും ലഭിച്ചില്ല എന്ന തോന്നലുമാണ് ജോലിയെ ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. വെറും 2 ദിവസത്തെ ആയുസ്സ് മാത്രമേ സഹോദരനുള്ളൂ എന്ന് നീരജിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് വരെ ജോലി ഇട്ടിരുന്നു എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ്. മൊബൈൽ ഫോൺ തകർന്ന ഹൃദയം. തെളിവുകൾ നശിപ്പിക്കാൻ ജോലി കാണിച്ച മിടുക്ക് ആരെയും അതിശയിപ്പിക്കും. ആയുഷ് എന്ന പെൺകുട്ടി നിയമവിദ്യാർത്ഥിനിയായതുകൊണ്ട് തന്നെ താൻ ചെയ്ത തെറ്റുകൾ പുറത്തുവരാതിരിക്കാൻ ഒട്ടേറെ മുൻകരുതലുകൾ എടുത്തിരുന്നു. എന്തായാലും ഒരു കൊലപാതകത്തിന്റെ പിന്നിലെ ഇത്രയും ക്രൂരമായ പകയും ആസൂത്രണവും കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നാട് മുഴുവൻ. വരുന്ന പോലീസുകാർ